ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ട്. പിന്നെ 6 ദിവസത്തേക്ക് കാലൻ പൈങ്കുളത്തേക്ക് വരില്ല. നിങ്ങളും ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. ഭഗവൻ ഭൂതഭവ്യേശ. ഈ കുട്ടിയായിട്ട് അവിടെ വന്നത് ഭഗവാനാ. നമ്മളിപ്പോൾ ഒരു വഴിപാട് ചെയ്തുകൊണ്ടല്ല ഫലം കിട്ടണേ. ന ജാനേഹിതം ആത്മന. നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു മന്ത്രമുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്നത് ഭക്തന് പ്രാർത്ഥിക്കാനോ വഴിപാട് കഴിക്കാനുള്ള സ്ഥലമല്ല. ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതമേ ദാതും അർഹസി. അപ്പൊ ഗുരുവായൂര് വിവാഹം നടത്താൻ വേണ്ടി ചെയ്യേണ്ട വഴിപാട് ഇതാണ്. ഭക്തരെ നൊന്ത് വിളിച്ചാൽ അദ്ദേഹം വരും അവിടെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശബരിമലയും അതുപോലെ ഗുരുവായൂരും ഒക്കെ ഭഗവാനെ പൂജിക്കാനൊക്കെ സുഹൃതം ചെയ്ത എഴിക്കോട് ശശി നമ്പൂതിരിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഗുരുവായൂര് കോടിക്കണക്കിന് ഭക്തരുണ്ട്. ഈ ഭക്തര് ഭഗവാനെ കാണാൻ വരുമ്പോൾ ഏതൊരു മനസ്സിലായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം ഒരു ഭക്തി അവരുടെ ഉള്ളിൽ ഉണ്ടാവണം? അങ്ങനെ ഒരു ഭക്തരോട് അങ്ങനെ തീരുമാനിക്കത്തില്ല. ഇല്ല, എല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാൽ അദ്ദേഹം കാത്തോളും. അല്ലാണ്ട് ഞാൻ അവിടെ ചെന്ന് ഇന്ന വിധത്തിലാവുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കില്ല. അതിനൊക്കെയുള്ള മിടുക്ക് അദ്ദേഹത്തിനുണ്ട്. സർവ്വം സമർപ്പിച്ച് അവിടെ ചെന്നാൽ എന്താ വേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കും, അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കും. അതാണ് അദ്ദേഹത്തിന് അവിടെയുള്ള പ്രത്യേകത. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഉണ്ണിക്കണ്ണനാണ്. യാതൊരു സംശയമില്ല. പരീക്ഷിച്ച് നോക്കിക്കോളൂ. ധൈര്യം ഉണ്ടെങ്കിൽ, ഗുരുവായൂരപ്പനെ ഒന്ന് പരീക്ഷിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. അവിടെ ഒന്നും നടക്കില്ല, അദ്ദേഹം തീരുമാനിക്കും. ഈ പറഞ്ഞ ഒരുപാട് പേർക്ക് കാണാൻ പറ്റാണ്ടൊക്കെ വരാറുണ്ടല്ലോ, ക്യൂ ഒക്കെ നിന്ന് ഭയങ്കര വിഷമിച്ച്. അതും ഒരു പരീക്ഷണമായിരിക്കും. അല്ല, അതിൽ ഉള്ളത് വിഷമിക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം സാന്ത്വനപ്പെടുത്തി പോയിട്ടുണ്ട്, അതൊരു സംശയമില്ല. ഏതെങ്കിലും അത് കഴിഞ്ഞിട്ട് ആ നടന്ന സംഭവങ്ങളിൽ കൂടി ഒന്ന് പുറകോട്ട് നോക്കിയാൽ നമുക്ക് ഫീൽ ചെയ്യും, അത് ഗുരുവായൂരപ്പനായിരുന്നു അല്ലേന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ കഥകൾ ഉണ്ടാവും. സംശയമേ ഇല്ല. ഗുരുവായൂരപ്പൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു തവണ പോയപ്പോഴേ വൈകുന്നേരമാണ് തൊഴാൻ കുറച്ച് നേരം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു അകത്ത് കയറാൻ. ഈസി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചോന്ന് എനിക്കറിയില്ല. എന്തായാലും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ കഷ്ടിച്ച് അകത്ത് കയറി തൊഴുതു പുറത്തേക്ക് ഇറങ്ങി അത്താഴപൂജയായി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പ്രദക്ഷിണം കുറച്ച് ബുദ്ധിമുട്ടില്ലോ, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കുറച്ച് നേരം കൂടി നിൽക്കാമെന്ന് പറഞ്ഞ് പ്രദക്ഷിണം വയ്ക്കാൻ തീരുമാനിച്ചു. പൂജ തുടങ്ങിയപ്പോൾ എല്ലാവരും പുറത്തേക്ക് ആക്കിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കിടന്നു. ഭാര്യ പറഞ്ഞു, വല്ലാണ്ട് വിശന്ന് തുടങ്ങി. ഞാൻ പറഞ്ഞു, കുറച്ച് നേരം കൂടി തൊഴുതിട്ടോ, എനിക്കിപ്പോൾ മേശാന്തി ആയതുകൊണ്ട് എനിക്ക് ഹോട്ടലിൽ കയറാൻ നിർത്തിയില്ല, താൻ തന്നെ പോയി കഴിക്കേണ്ടി വരും. ഞാനിവിടെ കഴിച്ചോളാം, എന്താ പുറത്ത് ഹോട്ടലിൽ കഴിച്ചോളൂ. അത് പറ്റില്ല, എനിക്ക് വിശപ്പിന് എന്തെങ്കിലും തരൂ. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ തരണം, ഒരു അപ്പമെങ്കിലും കിട്ടിയാലോ. അപ്പം ഇന്ന് രാത്രി കിട്ടില്ല, നാളെ അപ്പോൾ അടയൊക്കെ കിട്ടുള്ളൂ, നമുക്ക് നോക്കാം, കൗണ്ടറിൽ നിന്ന് വല്ലതും കിട്ടുമോ നോക്കാം, ഇല്ലെങ്കിൽ ശാന്തിമുറിയിൽ മേടിച്ച് കൊണ്ടുവരും, അപ്പോൾ അവിടുന്ന് മേടിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പ്രശ്നം വെച്ച് അടക്കാണ്ടയിൽ വന്നപ്പോൾ കീശാന്തി മേശാന്തി എപ്പോഴാണ് വന്നിട്ട് കുറേ നേരം തൊഴുതോ? തൊഴുതു. എടുത്തി ഉണ്ടല്ലേ അതാ എന്ന് പറഞ്ഞു. കൈ നിറച്ചപ്പോ അയ്യോ, അത് ഭയങ്കരമാണ്. അപ്പൊ അതൊക്കെ ഒരു അനുഭവമാണ്. എൻ്റെ ചേച്ചി, എൻ്റെ മൂത്ത ചേച്ചി അവിടെ ഗുരുവായൂർ ഇപ്പം അവിടെ തന്നെ താമസിക്കുകയാണ്. അവര് തൊഴാൻ ദിവസം പോകുമ്പോൾ അകത്ത് കയറാനൊന്നും പറ്റാറില്ല. അപ്പോൾ പുറത്തുകൂടി വിഷമിച്ചു വരും. അപ്പോൾ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരു ഒരല്ല കൊണ്ടുപോയി ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ അവിടെ സമർപ്പിക്കും. ഗുരുവായൂരപ്പൻ്റെ ഭാഗത്തിലാണ് സങ്കല്പിച്ച്. അങ്ങനെ എന്നും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ദിവസം പൂവെടുത്ത് അവർ അതെവിടെയോ താഴെ പോയി, മിസ്സായിപ്പോയി. വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ കാണുന്നില്ല. അയ്യോ ഗുരുവായൂരപ്പ ഇന്ന് ഇത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടെ നടയിലെത്തി. എന്തായാലും ഞാൻ നാളെ 2 കൊണ്ട് വയ്ക്കാം പ്രാർത്ഥിച്ചൊന്നുമുണ്ട്. എന്താ പ്രാർത്ഥിച്ചത് എനിക്കറിയില്ല. എന്തായാലും ഓപ്പട് പ്രാർത്ഥിച്ച് പ്രശ്നം വെച്ച് ഇങ്ങനെ വന്നപ്പോൾ വടക്കേടയിൽ വന്നപ്പോൾ ഇവരുടെ കുട്ടി, ചേച്ചി ഈ പൂവിനകത്ത് കൊണ്ട് കൊടുക്കുമോ? എനിക്കകത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ആ കുട്ടി അവിടെ വന്നിട്ട് ഈ കാവക്കാരൻ, ഈ ചേച്ചി ഈ പൂവൊന്നകത്ത് കൊണ്ടോട്ടെ. ആ കുട്ടി ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒരു കൈ നിറച്ച് ഒരു ഇലയിൽ നിറച്ച് തുളസി പൂവ്. അപ്പോൾ കരയാൻ തുടങ്ങി. അത് ഗുരുവായൂരപ്പനാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ വെക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഭക്തരെ നൊന്ത് വിളിച്ചാൽ അദ്ദേഹം വരും അവിടെ. അതെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ തിരുമേനി പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് ഏറ്റവും വലിയ. ഭഗവാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭഗവാനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിയായിട്ട് അവിടെ വന്നത് ഭഗവാനാ, സാക്ഷാൽ ഭഗവാൻ തന്നെ. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ ഒരുപാട് അമ്മമാരുടെ ഒരു മകനാണ്, ഉണ്ണിക്കണ്ണനാണ്. അതുപോലെ തന്നെ ഒരുപാട് കന്യകമാർക്ക് ഭർത്താവാണ്, കാമുകനായിട്ടൊക്കെ സങ്കല്പിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് അമ്മമാർ തൻ്റെ മക്കളുടെ വിവാഹം നടത്താനൊക്കെ ഭഗവാന്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രസക്തി എങ്ങനെയാണ് ഗുരുവായൂർ? അപ്പോൾ ഗുരുവായൂർ അങ്ങനെ നടക്കാറുണ്ട്. വിവാഹത്തിന് നടക്കാനായിട്ട് വേളിയോത്ത് നടത്താറുണ്ട്. വേളിയോത്ത് പുഷ്പാഞ്ജലി.
അപ്പൊ ഗുരുവായൂർ വിവാഹം നടത്താൻ വേണ്ടി ചെയ്യേണ്ട വഴിപാട് ഇതാണ്. അതെ, വെളിയോത്ത് പുഷ്പാഞ്ജലിയാണ്. വേളിയോത്ത് പുഷ്പാഞ്ജലി. അപ്പോൾ വെളി എന്ന് പറഞ്ഞാൽ വിവാഹം എന്നാണ് അർത്ഥം. അതെ. അപ്പോൾ അതിനുവേണ്ടി ഒരു വിവാഹ സൂക്തമാണത്. സാധാരണ നമ്മൾ ഈ സ്വയംവര പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. സ്വയംവര പുഷ്പാഞ്ജലി പാർവതിക്കുള്ള ദേവിക്കുള്ളതാണ്. ദേവിക്കുള്ളതാണ്. സ്വയംവര മന്ത്രം ദേവിയെ പ്രാർത്ഥിക്കാൻ, പാർവതി ദേവിയെ പ്രാർത്ഥിക്കാനാണ്. വേളിയോത്ത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഗുരുവായൂര് നിഷ്കർഷയായിട്ട് അവിടുത്തെ നിയമം ഈ വേദമന്ത്രങ്ങൾ മാത്രമേ അകത്ത് ജപിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അപ്പോൾ ആ വേദമന്ത്രത്തിൽ പെട്ടതാണ് വേളിയോത്ത്. അത് വിവാഹ സൂക്തം എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ആ വിവാഹ സൂക്തത്തിൻ്റെ കൊണ്ടുള്ള പ്രാർത്ഥന, പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജപിക്കലാണ് പ്രധാനം. അപ്പൊ അത് ചെയ്യാറുണ്ട്. ഗുരുവായൂർ നടത്തുന്നത് നമ്മൾ വേളിയോത്താണ്. അപ്പൊ അത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. വിവാഹം നടന്നിട്ടുണ്ടാവും. വിവാഹത്തിന്റെ മാത്രമല്ല പല പ്രാർത്ഥനകളും വന്ന് നടത്തിയിട്ട് അത് സാധിച്ചു എന്ന് വന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ നമുക്കതിൻ്റെ ഒരു ആനന്ദം നമുക്ക് തോന്നാറുണ്ട്. നമ്മളും കൂടി അതിലൊരു ഭാഗം ആയില്ലോ എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് പറയാനില്ല കേട്ടോ, അതുകൊണ്ടല്ല നടന്നത്, അവരുടെ സമയം ആയതുകൊണ്ടാണ്. പക്ഷെ അതിൽ നമ്മളും കൂടി ഒരു ഭാഗം ആയില്ലോ എന്നുള്ളൊരു സംതൃപ്തി തോന്നാറുണ്ട്. ഗുരുവായൂർ ഒരുപാട് ഭക്തന്മാര് മേൽശാന്തിയെ സമീപിക്കുമല്ലോ, എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ പറയാൻ, അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? അങ്ങനെയുണ്ടല്ലോ. അത് ഏത് ക്ഷേത്രത്തിലാണെങ്കിലും വന്നാൽ അവർക്ക് ഒരാൾ ക്ഷേത്രത്തിൽ പോണത് മനസ്സമാധാനത്തിന് വേണ്ടിയല്ലേ. ചിലപ്പോൾ മേശാന്തിയെ കൊണ്ട് എന്തെങ്കിലും വഴിപാട് അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്യിക്കാനാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിന് വന്ന് വരാറുണ്ട്. വേണ്ട പ്രാർത്ഥനകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലർക്കൊക്കെ ഫലം കിട്ടിയെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു സ്ഥിരം ഇതാണ്. ആ ചാവക്കാട് ഭാഗത്തുള്ള മീൻപിടുത്തക്കാരില്ലേ, മുക്കുവന്മാര്, അവർ വരും. അവർക്ക് കടലിൽ മീൻ വേണം. കുറഞ്ഞാലും വഴിപാട് പ്രാർത്ഥന കഴിച്ചു പോകും. അത് കഴിഞ്ഞ് വന്ന് കിട്ടി നല്ല അനുഭവമായ അപ്പോഴും വരും. അപ്പോൾ അത് അങ്ങനെ ഞാൻ ഒരു കൂട്ടം ആളുകളുടെ എല്ലാം പറഞ്ഞു. അങ്ങനെ പലരാണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി വന്ന് പറയാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രാർത്ഥനകൾ നമുക്ക് ചെയ്യാറുണ്ട്. ശാന്തിക്കാരനെ മുമ്പ് പറഞ്ഞു, ശാന്തിക്കാരൻ്റെ ജോലി എന്താണ്? ശരിക്കും ഒരു അഡ്വക്കസിയാണ്. ഭക്തന് വേണ്ടി പ്രാർത്ഥിക്കലാണ് ഞങ്ങളുടെ ജോലി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്, ആവശ്യങ്ങൾ പ്രാർത്ഥിക്കണം. ക്ഷേത്രത്തിൽ ചില നിയമങ്ങളുണ്ട്. വെറുതെ കയറി എല്ലാത്തിനും കയറി പ്രാർത്ഥിക്കുക അങ്ങനെയല്ല. അവിടുത്തെ പൂജാവിധാനങ്ങളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിന് യോജിച്ച വിധത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്തു കൊടുക്കാറുണ്ട്. പലർക്കും ഫലം കിട്ടാറുമുണ്ട്. മനുഷ്യരെ കൊണ്ട് സാധിക്കാത്തത് ഭഗവാന് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും അതാ പറഞ്ഞ അത് ഈ ശാന്തിക്കാരൻ്റെ മാത്രമല്ല, ഭക്തന്റെ സമയം കൂടി നേരെയാവണം. അയാൾക്ക് നേരെയാവാനുള്ള സമയമാണ് വിചാരിക്കുക. അല്ലെങ്കിൽ അയാളുടെ പ്രാർത്ഥന ഫലിക്കാനുള്ള സമയമായാലേ ഫലിക്കുള്ളൂ. അപ്പോൾ അതല്ലാത്ത കാര്യത്തിന് കവിതയുണ്ടേ, ഇഭവുമാം ഫലവുമാം മലരുമാം യഥാശക്തി മലർക്കന്യ മണവാളൻ ഒക്കെയുമാവാം. ഇതാണ് ഇഭം, ഫലം, മലരുന്ന പുഷ്പമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഭഗവാന് സമർപ്പിക്കാം. അതേ സമർപ്പിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം ഇപ്പോൾ ഞാൻ ഇവിടെ അമ്പലം സ്വർണ്ണം പൂശാം എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് എന്നെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. അല്ല, എനിക്കൊരു തുളസിപ്പൂ കൊണ്ട് കൊടുക്കാൻ കഴിവുള്ളൂ എന്ന് വെച്ചാൽ ഞാനത് കൊടുത്താൽ ഭഗവാൻ അതില്ല. മറ്റയാൾ സ്വർണ്ണം ഒന്നുമില്ല, ഞാൻ അയാളെ കൂടുതൽ അനുഗ്രഹിച്ചാൽ ഇയാളൊരു തുളസിപ്പൂ കൊണ്ടുവന്ന് അങ്ങനെ ഇല്ല. അപ്പോൾ എല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഇപ്പം തിരുമേനിയുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം പുറത്തു നിന്ന് തൊഴുന്ന ഒരു ഭക്തനും ഉള്ളിൽ കയറി തൊട്ടടുത്ത് നിന്ന് തൊഴുന്ന ഭക്തനും ഒരേപോലെയാണ്. ഒരു വ്യത്യാസമില്ല. പൂജ കഴിച്ചാൽ ഞാൻ വലിയ കേവനുമല്ല, ഭക്തനേക്കാൾ വലിയ കേവനല്ല. ഭക്തനാവും എന്നേക്കാൾ വലിയ ഭക്തൻ ഭഗവാന്റെ മുമ്പിൽ. നമുക്ക് അതിനുള്ള നിയോഗം ഉണ്ടായി, ആ സ്ഥാനത്ത് ഒരാൾ ഉണ്ടാവണല്ലോ, അതുണ്ടായി, അത്രയും കണക്കാക്കിയാൽ മതി. അല്ലാണ്ട് അതിന് ഭഗവാൻ തിരുമേനിനെ തെരഞ്ഞെടുത്ത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ആ ഒരു യശോദയായി എന്തുകൊണ്ടായിരിക്കും? അത് അദ്ദേഹം നിശ്ചയിക്കാൻ, ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം, സുഹൃതം, അല്ലാതെ യാതൊരു സംശയമില്ല. അല്ലാത്ത സുഹൃതാത്മാക്കൾക്കല്ലാതെ ഈ സുഖം അനുഭവിക്കാൻ പറ്റില്ല. ഏത് നിലയ്ക്കാണെങ്കിലും, സൂര്യനാണെങ്കിലും എന്ത് ജീവിയാണെങ്കിലും ഏതോ ജന്മത്തിൽ ഞാൻ ഭഗവാന് അത്രയും മാനസിക താല്പര്യം ഉണ്ടായ ഒരു ഭക്തനായിരുന്നിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭക്തൻ അങ്ങനെ ആവണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടോ? ഭക്തനെന്നല്ല, ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൽ 100% ആത്മാർത്ഥത ഉണ്ടാവണം. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥത ഉണ്ടാവുക. എന്നാലേ ആ പ്രവൃത്തിക്ക് പെർഫെക്ഷൻ ഉള്ളൂ. പെർഫെക്ഷനുള്ള പ്രവൃത്തികൾ മാത്രമേ സഫലമാവുള്ളൂ. ഒന്നിനും വേണ്ടി ആവരുത്. ഗുരുവായൂർ ഇപ്പം പൊതുവെ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇപ്പം ഗുരുവായൂർ വന്ന് വിവാഹം കഴിക്കണം, ഭഗവാന്റെ മുമ്പിൽ ഒന്ന് താലി ചാർത്തണം. ഇപ്പം വേറൊരു മതത്തിലുള്ള ആൾക്കാർക്ക് പോലും, അങ്ങനെയുള്ള ആൾക്കാർ വരെ ഉണ്ട്, ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് എന്താ തിരുമേനിക്ക് പറയാൻ? ഇപ്പൊ ഒരുപാട് പേർക്ക് ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഇത് കല്യാണം കഴിക്കണം. ഇപ്പം ഓൾറെഡി വിവാഹം കഴിഞ്ഞ ആൾക്കാർ വരെ ഇപ്പൊ അവിടെ വന്ന് വീണ്ടും വിവാഹം ചെയ്യുന്നുണ്ട്. ആ ഗുരുവായൂരപ്പനോടുള്ള ആ പ്രേമഭക്തി കൊണ്ട് ഉള്ള ഒരു മാറ്റമാണ്. അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, വിവാഹം ഭഗവാന്റെ മുമ്പിൽ താലി ചാർത്തി കഴിഞ്ഞാൽ ദീർഘനാള് ആ ഒരു ബന്ധം അല്ല ഒരു കെട്ടുറപ്പാണ് ആണല്ലോ. എന്താ സംശയം? വഴിപാട് കഴിക്കലോ അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ മനസ്ഥിതിക്കുള്ളതാണ്. ദേവന് വേണ്ടിയല്ല, ദേവന് വേണ്ടി ഒരു വഴിപാടും ഇല്ല. അല്ലെങ്കിൽ മറിച്ച് പറഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഭക്തന് പ്രാർത്ഥിക്കാനോ വഴിപാട് കഴിക്കാനോ ഉള്ള സ്ഥലമല്ല, ദേവാലയമാണ്. ദേവന് വസിക്കാനുള്ള സ്ഥലമാണ്. ദേവന് പല ചുമതലകളുണ്ട്. നമ്മൾ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ആ ദേവനെ
ഗ്രാമസംരക്ഷണം ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് താമസിക്കാനുള്ള ഒരു റെസിഡൻഷ്യൽ ഓഫീസാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭക്തന് വഴിപാടിക്കാൻ അവിടുത്തെ വഴിപാടുകൾ ദേവൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ഭാഗമാവുക. നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു മന്ത്രമുണ്ട്. ഭഗവൻ ഭൂതഭവ്യേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ദാതും അർഹസി. നമുക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. നമുക്കിതെല്ലാം ഈ ലോകം മുഴുവൻ നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടാവും. അല്ലയോ ഭഗവാനെ, എൻ്റെ അർത്ഥം ഇതാണ്. ഭാവിയും ഭൂതവും അറിയുന്ന അങ്ങ് വർത്തമാനം അറിയേണ്ട കാര്യമില്ല. വർത്തമാനം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഭാവിയാണ്, അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഭാവിയായി മാറും, അല്ലെങ്കിൽ അത് ഒരു നിമിഷത്തിന് മുമ്പ് ഭൂതമായിരുന്നു. വർത്തമാനം എന്ന് പറഞ്ഞൊരു കാലം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവൻ ഭൂതഭവ്യേശ, ഭൂതവും ഭാവിയും അറിയുന്ന ഈശനാണ് അങ്ങ്. അങ്ങയ്ക്ക് സകല കാര്യങ്ങളും അറിയാം. എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിതൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ എനിക്ക് വേണം, എനിക്ക് അധീനമാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് എന്താണോ എനിക്ക് അർഹിക്കുന്നത് അത് മാത്രം തന്നാലും എന്നാണ് എൻ്റെ അർത്ഥം. ഭൂതഭവ്യേശ ന ജാനേ ഹിതം ആത്മന. എനിക്കെന്താ ഹിതം എന്ന് എനിക്കറിയില്ല. ന ജാനേ എനിക്കറിയില്ല. ഹിതം ആത്മന, എൻ്റെ ആഗ്രഹം എന്താണ്, എനിക്ക് ഹിതം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അവിടെ ഒരു ക്ലോസും കൂടിയുണ്ട്. ത്വം ഏവം സഞ്ചിന്യ വിഭവം, അങ്ങ് വളരെ ആലോചിച്ച് വളരെ സഞ്ചിന്യമായിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് എനിക്ക് അർഹിക്കുന്നത് മാത്രം തന്നാലും എന്നാണ്. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇതാണ് എല്ലാ ഭക്തരും പ്രാർത്ഥിക്കേണ്ട ഒരു ഇതാണ്. പക്ഷെ നമ്മുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ദുരിതങ്ങളെ കൊണ്ടോ നമ്മൾ എല്ലാം ചോദിച്ചു പോകും. എൻ്റെ മകനെ കാത്തു രക്ഷിക്കണേ, വേറെ വണ്ടിയിൽ നിന്ന് വീഴരുത്, അല്ലെങ്കിൽ അത്ര കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണേ, ലിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാവും അവിടെ ചെല്ലണേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആ വേണ്ട സമയത്ത് അത് ചെയ്യുകയും ചെയ്യും. വേണ്ട സമയത്ത് എല്ലാവർക്കും ചെയ്യും, ഒരാൾക്കെന്നല്ല. അദ്ദേഹം അത് നോക്കി ചെയ്യണ ഒരാളാണ്. അപ്പോൾ ഗുരുവായൂരപ്പനോടല്ല ഏത് ദൈവത്തിനോടാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയായിരിക്കും ഗുരുവായൂരപ്പൻ? അത് ഗുരുവായൂരപ്പൻ്റെ എന്നില്ല. അതാണ് മുമ്പ് പറഞ്ഞത്. ഭഗവാൻ എന്തും ആവാം. നമ്മളെ കൊണ്ട് എന്താ പ്രാപ്തി എന്ന് വെച്ചാൽ അത് ചെയ്യാം. ഏത് ദേവനാണെങ്കിലും അതെ. ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല, നമുക്കാണ് ആവശ്യങ്ങൾ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഇന്നത് തരാമെന്ന് പറയാണ്. അത് കൊടുത്തുകൊണ്ടല്ല അദ്ദേഹം ആ കാര്യം സാധിക്കണേ. നമ്മളിപ്പോൾ ഒരു വഴിപാട് ചെയ്തുകൊണ്ടല്ല ഫലം കിട്ടണേ. നമുക്ക് ഫലം കിട്ടാനുള്ള യോഗം ഉള്ളത് കൊണ്ടാണ്. ആ സമയത്ത് നമുക്കിത് തോന്നിച്ചോളും. അതെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പം ഒരു മേൽശാന്തി എന്ന് പറയുമ്പം ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്തിരുന്ന് പൂജിക്കുന്ന ഒരാളാണ്. ഭക്തരെല്ലാം പുറത്തു നിന്നായിട്ടാണ് കാണുന്നത്. അപ്പം ആ ഒരു അനുഭൂതി എങ്ങനെയാണ്? പോസിറ്റീവ് എനർജി തന്നെയാണല്ലോ. അതല്ല, നമുക്കതിന് ഭാഗ്യം കിട്ടി, മറ്റുള്ളവർക്ക് ഭാഗ്യം കിട്ടുക. അപ്പം നമ്മൾ ആ ഒരു നിലയിലേക്ക് എത്തിയെന്നൊരു സന്തോഷം തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷെ അതിൽ അഹങ്കരിക്കാറ് തോന്നാറില്ല. അതിൽ അഹങ്കാരം തോന്നിയിട്ടില്ല. നമുക്കാണ് അതിൻ്റെ നിയോഗം ഉണ്ടായി, അത്രേ ഉള്ളൂ. അപ്പം 6 മാസക്കാലമാണ് ഭഗവാന്റെ ആ ഒരു ശ്രീകോവിലുള്ള ഒരു പൂജയും കാര്യങ്ങളെല്ലാം. അപ്പം അതിനുശേഷം പോരുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ എങ്ങനെയാണ്? എനിക്ക് തോന്നിയത് ഒരു വലിയ സംതൃപ്തിയാണ്. കാരണം നമ്മളെ ഏൽപ്പിച്ച പണി പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിച്ചു. കാരണം അപ്പോൾ ആ 183 ദിവസവും മുടക്കം കൂടാതെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമല്ലേ. എന്തൊക്കെ വരാം. ഇപ്പം ഞാൻ ശാന്തിയേറ്റ സമയത്ത് എൻ്റെ ഇല്ലത്ത് എൻ്റെ കാരണവന്മാരായിട്ട് 4 വയസ്സായ ഒരു കിടപ്പായിരുന്നു. 4 പേര് കിടപ്പായിരുന്നു. വയസ്സായവർ ധാരാളമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അതല്ലാതെ വല്യച്ഛനും വല്യമ്മമാരൊക്കെ ആയിട്ട് 4 പേര് തീരെ ബെഡ് റിഡനായിരുന്നു. അതിലെൻ്റെ ഒരു വല്യച്ഛൻ ഏഴിക്കോട് മാധവൻ നമ്പൂരി, അദ്ദേഹത്തിന് ചെന്ന് നമസ്കരിക്കാൻ ചെന്നപ്പോൾ ശാന്തി കിട്ടിയിട്ട് ഞാൻ ഗുരുവായൂർക്ക് പോകുന്നതിന് മുമ്പ് ചെന്നപ്പോൾ അപ്പം ഇനി 6 ദിവസത്തേക്ക് കാലൻ പൈങ്കുളത്തേക്ക് വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഉറപ്പായി. അദ്ദേഹം വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് 6 മാസത്തേക്ക് പേടിക്കാനില്ല, തന്നെ ശാന്തി മുടക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഒരു നേരം പോലും 183 ദിവസം നിർമ്മാല്യം തൊടാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ ഇന്നും തരുന്നുണ്ട്. ഇന്ന് 3 മണിക്ക് എന്നെ വിളിച്ചുണർത്തി ഞാൻ നിർമ്മാല്യം തൊഴുതു. ഇവിടെ കിടന്നിട്ടാണ്. പക്ഷെ ഞാൻ നട തുറക്കുന്നതായിട്ടും ഞാൻ വിളക്ക് കത്തിക്കുന്നതായിട്ടും നിർമ്മാല്യങ്ങൾ മാറ്റുന്നതായിട്ടും പിന്നെ അഭിഷേകം ചെയ്യണതൊക്കെ ആയിട്ട് ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിക്കും. അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. പിന്നെ വീണ്ടും ഉറങ്ങും, അല്ലാണ്ട് എണീറ്റിരിക്കാറൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴും ഗുരുവായൂരത്തെ മേൽശാന്തി തന്നെയാണ്? ഞാൻ ഗുരുവായൂർ മേൽശാന്തിയാണ് എന്നും. അത് കഴിഞ്ഞ് ശബരിമലയിൽ ഇപ്പോൾ എനിക്ക് ആന്ധ്രയിലെ ഒരു അമ്പലത്തിൽ ശാന്തിയുണ്ട്, ചുമതലയുണ്ട്. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഗുരുവായൂർ മേൽശാന്തി ആവാൻ തന്നെയാണ്. അപ്പോൾ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും ഭഗവാന്റെ മേൽശാന്തി ആവട്ടെ എന്നുള്ള അപ്പോൾ എല്ലാ ജന്മവും നമ്മളങ്ങനെ ആഗ്രഹിക്കുന്ന അർത്ഥമല്ലോ. മനുഷ്യജന്മം തന്നെ തരണം എന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഏതാണെങ്കിലും ഞാൻ ഗുരുവായൂർ ഭക്തനായിട്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ പുഴുവായിട്ടോ പുല്ലായിട്ടാണോ എന്താണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ ആൾ തന്നെയാണ്. അത് സംശയമൊന്നുമില്ല.